നമസ്കാരം, ന്യൂസ് ചെക്കിലേക്ക് സ്വാഗതം. ഇന്ന് വൈകുന്നേരം വരെയുള്ള പ്രധാനപ്പെട്ട 10 വാർത്തകൾ എന്ന് നോക്കാം. ഡിജിറ്റൽ രംഗത്ത് പുതിയ ചരിത്രമെഴുതി ഭാരതം. നിർമ്മിത ബുദ്ധിയുടെയും ക്ലൗഡ് സേവനങ്ങളുടെയും ആഗോള കേന്ദ്രമായി രാജ്യം അതിവേഗം വളരുകയാണ്. അമേരിക്കൻ ഭരണകൂടം ഇറക്കുമതി തീരുവ കൂട്ടിയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും പ്രതിരോധിക്കാൻ നോക്കുമ്പോഴും ഇവിടുത്തെ വിപണി സാധ്യതകൾ കൈവിടാൻ ഒരുക്കമല്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ആഗോള മൊബൈൽമാർ. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, മെറ്റ തുടങ്ങിയ കമ്പനികളെല്ലാം കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യയിൽ ഒഴുക്കുന്നത്. നിർമ്മിത ബുദ്ധി കൊണ്ട് പട്ടിണി മാറില്ല എന്ന് അപ്പം ഗോവിന്ദൻ. വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സംഘടനകൾ ഉന്നയിച്ച ആശങ്കകളിൽ വ്യക്തത വരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നിർദ്ദിഷ്ട നിയമനിർമ്മാണം പൂർണ്ണമായും മതനിരപേക്ഷമാണെന്നും ക്രൈസ്തവ സമൂഹത്തെയോ മറ്റേതെങ്കിലും മതവിഭാഗങ്ങളെയോ ഉപദ്രവിക്കാൻ സർക്കാരിന് യാതൊരു ഉദ്ദേശവുമില്ലെന്നും അദ്ദേഹം ഉറപ്പു നൽകി. വ്യാഴാഴ്ച പാർലമെന്റ് മന്ദിരത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖർ ഉൾപ്പെടെയുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെയും ന്യൂനപക്ഷ സംഘടനകളുടെയും പ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ആഭ്യന്തരമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മതനിരപേക്ഷരമാണ്, രാജ്യ താല്പര്യത്തിന് അനുസരിച്ചുള്ളതുമാണ്, ഫ്രോഡ് പരിപാടി ഇനി നടക്കൂല എന്ന് സാരം. ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ഉന്നതമായ പരിശീലന കേന്ദ്രങ്ങളിലൊന്നായ ടാക്ടിക്സ് ആൻഡ് എയർ കോമ്പാറ്റ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യ വനിതാ പൈലറ്റായി സ്ക്വാഡ്രൺ ലീഡർ ഭാവന കാന്ത് ചരിത്രം കുറിച്ചു. വ്യോമസേനയുടെ പ്രശസ്തമായ ടോപ്പ് ഗൺ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതോടെയാണ് ഈ അപൂർവ നേട്ടം അവർ സ്വന്തമാക്കിയത്. ബീഹാറിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഭാവന കാന്തിന്റെ ആകാശ സ്വപ്നം ഇന്ന് ഇന്ത്യൻ വ്യോമസേനയുടെ ചരിത്രത്തിലെ സുപ്രധാനമായ അധ്യായമായി മാറിയിരിക്കുകയാണ്. 20 ആഴ്ച നീണ്ട അതീവ കഠിനമായ ഫൈറ്റർ കോമ്പാറ്റ് ലീഡർ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് അവർ ഈ ബഹുമതിക്ക് അർഹയായത്. 100ഓളം യുദ്ധവിമാന പൈലറ്റുമാരിൽ നിന്ന് ഒരാൾക്ക് മാത്രമാണ് ഈ പരിശീലനത്തിന് അവസരം ലഭിക്കുന്നത് എന്നത് ഈ നേട്ടത്തിന്റെ പ്രാധാന്യം കൂടുതൽ ഉയർത്തുന്നു. എന്ത് നേട്ടം ഉണ്ടായിട്ടെന്തെങ്കിലും പാറ്റാ സമരത്തിനെ അനുകൂലിച്ചില്ലെങ്കിൽ ജെൻസി ആയിട്ട് ഞങ്ങൾ അംഗീകരിക്കില്ല. 7 വർഷം മുൻപ് ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 317 റദ്ദാക്കിയതിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 5 ME ഇസ്തേസൽ അല്ലെങ്കിൽ ചൂഷണ ദിനമായി ആചരിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇന്ത്യ ബുധനാഴ്ച തള്ളിക്കളഞ്ഞു. അതിനെ പാഴായ ശ്രമം എന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള പാകിസ്ഥാൻ ശ്രമങ്ങളുടെ ഏക ലക്ഷ്യമെന്നത് അവരുടെ മോശം മനുഷ്യാവകാശ രേഖയിൽ നിന്നും ആഗോള ഭീകരവാദ കേന്ദ്രമെന്ന ഖ്യാതിയിൽ നിന്നും ശ്രദ്ധ തിരിക്കുക എന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. ചൂഷണം കറക്റ്റാണ്, കാരണം ഞങ്ങൾക്ക് കശ്മീരികളെ ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരം ഭാരത സർക്കാർ നഷ്ടമാക്കി എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പത്തനംതിട്ടയിൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വാഹനത്തിന് പിഴ ചുമത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനെതിരെ കടുത്ത നടപടി. അടൂർ MVD സ്ക്വാഡിലെ ഉദ്യോഗസ്ഥനായ ലൈജുവിനെതിരെയാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആറന്മുള MLA അബിൻ വർക്കി ഗതാഗത മന്ത്രിക്ക് നൽകിയ പരാതി തുടർന്നാണ് വകുപ്പ് തല നടപടി ഉണ്ടായിരിക്കുന്നത്. വെള്ളത്തിൽ ഹെൽമറ്റ് ധരിക്കാതെ നീന്തിയവർക്ക് ഫൈൻ അടിച്ച ഉദ്യോഗസ്ഥനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തുവിടാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കി സർക്കാർ. സാമൂഹ്യ പ്രവർത്തകനായ രാജു വാഴക്കാലം നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തു നിന്നാണ് ഈ അറിയിപ്പ് ലഭിച്ചത്. ഹെലികോപ്റ്ററിന്റെ ഉപയോഗവും വാടക കരാറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ആസ്ഥാനത്തെ രഹസ്യാത്മക വിഭാഗത്തിന്റെ കീഴിൽ വരുന്നതാണ് എന്നും ഈ വിഭാഗത്തെ RTI നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. ഈ വിവരങ്ങളെല്ലാം കൂടി എടുത്തങ്ങോട്ട് നൽകിയാൽ സതീശൻ എവിടെയാണ് ഫുഡ് അടിക്കാൻ പോയത്, അമ്മായിയപ്പനെ കാണാനാണോ പോയത്, അതോ മറ്റാരെങ്കിലും ഏതെങ്കിലും നിക്ഷേപകരെ കാണാനാണോ പോയതെന്നൊക്കെ പുറത്തു വരില്ലേ? നടക്കില്ല നിയാ. ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് യുവജനങ്ങളെ ലക്ഷ്യമിട്ട് പുതിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇൻസ്റ്റഗ്രാമിൽ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഗെറ്റ് റെഡി വിത്ത് മീ എന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് കൈത്തറി വസ്ത്രങ്ങൾ ധരിച്ചുള്ള വീഡിയോകൾ പങ്കുവയ്ക്കാൻ യുവാക്കളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വ്യാഴാഴ്ച രാത്രി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ദേശീയ കൈത്തറി ദിനമായ ഓഗസ്റ്റ് 7 എല്ലാവരും കൈത്തറി വസ്ത്രങ്ങൾ അണിഞ്ഞ് GRWM വീഡിയോകൾ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവിടണമെന്ന് മോദി ആവശ്യപ്പെട്ടത്. ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിക്കുന്ന അതേ ആവേശത്തോടെ ദേശീയ കൈത്തറി ദിനവും ആഘോഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിലൊക്കെ പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർമാരെല്ലാം ഇനിയിപ്പോൾ കൈത്തറി നോക്കാൻ പോകേണ്ടി വരും, താമസിയാതെ വേറെ പണി അന്വേഷിക്കേണ്ടി വരും. പോലീസിനെയും ആഭ്യന്തരമന്ത്രിയെയും സമൂഹ മാധ്യമങ്ങളുടെ പരസ്യമായി വെല്ലുവിളിച്ച് ഒളിവിലിരിക്കുന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കിയെ പിടികൂടാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. ആലുവ റൂറൽ SP KS സുദർശനന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച 10 അംഗ സ്ക്വാഡിന് മൂവാറ്റുപുഴ DYSP ആണ് മേൽനോട്ടം വഹിക്കുന്നത്. ഊന്നുകൽ ഇൻസ്പെക്ടറും 2 SIമാരും ഉൾപ്പെടുന്ന സംഘം എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രതിയുടെ അവസാന ലൊക്കേഷൻ എറണാകുളത്താണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എങ്കിലും
ഇയാൾ സ്ഥലം വിട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇനി ഈ അന്വേഷണ സംഘത്തെ വെല്ലുവിളിച്ച് അർജുനായെങ്കിൽ പിടിക്കാൻ മറ്റൊരു അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമായിരിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രിയും സിനിമാ താരവുമായ വിജയും ഭാര്യ സംഗീതയും തമ്മിലുള്ള വിവാഹമോചന കേസ് അവസാനിപ്പിച്ചു. ചെങ്കൽപ്പട്ട് കുടുംബ കോടതിയിൽ സമർപ്പിച്ചിരുന്ന വിവാഹമോചന ഹർജി സംഗീത പിൻവലിക്കുമെന്ന് അറിയിച്ചു. മുൻപ് ഏപ്രിൽ 20, ജൂൺ 15 എന്നീ തീയതികളിൽ കേസ് പരിഗണിച്ചപ്പോൾ ഇരുവിഭാഗവും നേരിട്ട് ഹാജരായിരുന്നില്ല. തുടർന്ന് പ്രമുഖ വ്യക്തികളായതിനാൽ വീഡിയോ കോൺഫറൻസിംഗ് വഴി വിചാരണ നടത്തണമെന്ന് ഇരുപക്ഷത്തിനെയും അഭിഭാഷകർ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതനുസരിച്ച് കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ഓൺലൈൻ ലിങ്ക് സമർപ്പിക്കുകയും വീഡിയോ കോൾ വഴി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. വിചാരണ വേളയിൽ സംഗീതയോട് സംസാരിച്ചപ്പോഴാണ് കേസിലെ നിർണായകമായ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. ന്യായമായ കാര്യം. കാരണം ഡിവോഴ്സ് പെറ്റീഷൻ സമർപ്പിച്ചത് സിനിമാ നടൻ വിജയ്ക്കെതിരെയായിരുന്നല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി വിജയല്ലേ. മാറ്റമുണ്ടാകും, സ്വാഭാവികം. തിരുവനന്തപുരം നഗരവും അമേരിക്കയിലെ വിവിധ നഗരങ്ങളും തമ്മിൽ IT, സ്മാർട്ട് സിറ്റി, സാംസ്കാരിക കൈമാറ്റം, വിദ്യാഭ്യാസം, നഗരഭരണം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വിപുലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾക്ക് അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയുടെ പിന്തുണ. അമേരിക്ക സന്ദർശനത്തിന്റെ ഭാഗമായി വാഷിംഗ്ടണിൽ ഇന്ത്യൻ എംബസി സന്ദർശിച്ച തിരുവനന്തപുരം മേയർ VV രാജേഷ് എംബസി ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ അനുകൂലമായ പ്രതികരണമുണ്ടായത്. ശിവൻകുട്ടി അപ്പൂപ്പൻ ശാന്ത പെയിന്റ്സിൽ നിന്ന് ചുവന്ന പെയിന്റുമായിട്ട് പോകുന്ന ആരോ കണ്ടിട്ടുണ്ട്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന് എഴുതി പോസ്റ്റർ അടിക്കാൻ ഉതകും. ഇതോടെ ഇന്നത്തെ ന്യൂസ് ചെക്ക് അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.